നമസ്കാരം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ സുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച് കുടുംബം. അത്തോളി തോരായി സ്വദേശിനിയായ 21 വയസ്സുള്ള ആയിഷ റഷയാണ് തൂങ്ങി മരിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ സുഹൃത്ത് ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ ജിം ട്രെയിനറാണ്. ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കൂടെയുള്ള ബഷീറുദ്ദീൻ ഭീഷണിപ്പെടുത്തിയെന്നും ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധു പറയുന്നു. മംഗലാപുരത്ത് പഠിക്കുകയായിരുന്ന ആയിഷ റഷ 3 ദിവസം മുമ്പാണ് കോഴിക്കോട്ടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ പെൺകുട്ടി ഇവിടെ എത്തിയത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. സംഭവത്തിൽ യുവാവിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ലെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. ആയിഷയെ ഇയാൾ മർദ്ദിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. 2 വർഷമായി ഇരുവരും അടുപ്പത്തിലാണ്. ബഷീറുദ്ദീൻ തട്ടിപ്പുകാരനാണ്. ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു. ബഷീറുദ്ദീനാണ് ആയിഷയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഇയാളെ പിന്നീട് കാണാതായെന്നും ബന്ധുക്കൾ പറയുന്നു. ആദ്യം ആയിഷയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുബഷീർ എന്നായിരുന്നു ഇയാൾ പേര് പറഞ്ഞത്. ഭർത്താവാണെന്ന് ആദ്യം പറഞ്ഞ യുവാവ് പിന്നീട് കാമുകനാണെന്ന് തിരുത്തി. ഓഗസ്റ്റ് 24-ന് ആയിഷ കോഴിക്കോട്ടേക്ക് വന്നെന്നാണ് ബന്ധു പറയുന്നത്. ആയിഷ റഷയെ സുഹൃത്ത് ചിരവ് കൊണ്ടടിച്ചതായി സുഹൃത്ത് പറഞ്ഞു. ആയിഷ കോഴിക്കോടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ല. ബഷീറുദ്ദീൻ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ആരോപണമുണ്ട്. ഇതുകൂടാതെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ഉയരുന്ന ആരോപണം.